രാവിലെ നമ്മുടെ ശശികല ചേച്ചിയുടെ മനോഹരമായ ഒരു വാചകം കേട്ടുകൊണ്ടിരുന്നത്. ആ വാചകം നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചിട്ട് ബാക്കി കാര്യം നമുക്കൊന്ന് സംസാരിക്കാം. വളരെ കുറച്ചു കാലം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം വരുമെന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവരുണ്ട്. അവരുടെ അടുത്ത് വന്നാൽ അന്നും ക്ഷേത്രങ്ങൾ ഈ സംവിധാനത്തിലൊക്കെ തന്നെയല്ലേ ഇവര്. അവിടെ അവരുടെ അടിമകളായി വരുന്ന, അവരുടെ വോട്ട് കൊണ്ട് ജയിച്ചു പോരുന്ന MLA മാർ, അവർക്ക് അവര് പറയുന്ന പോലെ കാണിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ നാളെ ശബരിമല മേൽശാന്തി ആരാകണം എന്നതിനെ സംബന്ധിച്ച് പാണക്കാട് പടിപ്പരയിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ട ദുര്യോഗം ചിലപ്പോ കേരളത്തിന് നാളെ വന്നേക്കാം. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് ദേവസ്വം ബോർഡുകൾ മുക്തമായേ പറ്റൂ. ഒരു ഏകീകൃത ദേവസ്വം ബോർഡ് വരണം. ആ ദേവസ്വം ബോർഡിലേക്ക് വോട്ട് ചെയ്യുന്നവർ വിശ്വാസികൾ മാത്രമായിരിക്കണം. ഭക്തരും വിശ്വാസികളും വോട്ട് ചെയ്യുന്ന ഒരു ദേവസ്വം ബോർഡ് സംവിധാനം അടിത്തട്ട് മുതൽ ഉണ്ടായി വരേണ്ടതാണ്. ഈ നിലവിലെ സംവിധാനം തീരെ അശാസ്ത്രീയമാണ്. മാത്രമല്ല അത് നീതിക്കോ യുക്തിക്കോ നിരക്കുന്നതുമല്ല ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ കേരളത്തെ വളരെ കുറച്ചു കാലം കൊണ്ട് കേരളം ഇസ്ലാമിക രാജ്യമാക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം വരുമെന്നൊക്കെ സ്വപ്നം കണ്ട് നടക്കുന്നവരുണ്ട്. ഈ മനോഹരമായ ശശികലയുടെ വാക്കുകൾ കേട്ടിട്ട് ഞാൻ പത്രം വായിച്ചപ്പോൾ വാസു 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 അറസ്റ്റിൽ എന്ന് കാണാനിടയായി. ആ വാസുവിൻ്റെ സ്ഥാനത്ത് വഹാബായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതിയെന്ന് ഞാൻ ആലോചിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശബരിമലയിലെ പോലൊരു ക്ഷേത്രം, അവിടെ നല്ല സ്വർണ്ണപ്പാളി, അതിനകത്ത് ചെമ്പ് പൊതിഞ്ഞ് എല്ലാവരും കൂടെ തൂക്കി വിറ്റു. ആ തൂക്കി വിറ്റവരെല്ലാം വളരെ പ്രശസ്തരും മിടുക്കരുമൊക്കെയാണ്. ഞാനിന്നൊരു ക്ലിപ്പ് കണ്ടു. നമ്മുടെ കുണ്ടറയിലെ മേഴ്സിക്കുട്ടി സഖാവ് വാസൂന്ന് ചേർത്ത് മൊത്തം പറയുന്നില്ല, ബഹുമാനം കൊണ്ട് വാ എന്ന് വന്നങ്ങ് നിന്നു പോവുക. വാസു സാർ എന്നാണ് പറയുന്നത്. ഈ അരിയാഹാരം കഴിക്കുന്നവർക്കും കേരള രാഷ്ട്രീയത്തിലെ അന്തഃപുര നാടകങ്ങൾ അറിയാവുന്നവർക്കും വളരെ വൃത്തിയായിട്ട് അറിയാം. ഒരു കമ്മീഷണറായിട്ടിരുന്ന ആൾ, പിന്നെ മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയായി പേഴ്സണൽ സ്റ്റാഫിലിരുന്ന ആൾ, പിന്നീട് ദേവസ്വം പ്രസിഡൻ്റൊക്കെ ആവണമെങ്കിൽ ഇത്തിരി മണിയും പിടിയൊന്നും പോരാ. ഒരാൾ പോലും പിടിച്ചാൽ ഇളകാത്ത വണ്ണമുള്ള അടിപ്പിടി, അടിയാധാരം വരെയുള്ള ബലത്തോടുകൂടി കയ്യിലുണ്ടെങ്കിലേ ഇതൊക്കെ പിടിക്കാനൊക്കെ ഉള്ളൂ. അമ്മാണി ആളൊന്നും ആയിരിക്കത്തില്ല. നമ്മുടെ വീട്ടിൽ പണിയാൻ വരുന്ന വാസുവോ വാസുമേശ്വരിയോ ഒന്നും ആണെങ്കിൽ ഈ പറയുന്ന അന്തഃപുരത്തിലും അങ്ങ് അകത്തളത്തിലും ഒന്നും ഇതുപോലെ സ്വർണ്ണം എടുത്തു കൊടുത്ത് വിട്ട് ചെമ്പാക്കി കൊണ്ട് വാടാ എന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ അവിടെ പിടിച്ചത് മൊത്തം മോഷ്ടിച്ചെങ്കിലും തൈര് മാത്രം കഴിക്കുന്ന പോറ്റിയെയും പിന്നെ വേറെ ആരാണ്ടൊക്കെ മധുകുമാറോ മറ്റേതോ മറിച്ചേതോ എന്നൊക്കെ പറഞ്ഞാണ് ആളുകളെയൊക്കെ പിടിച്ചത്. പക്ഷേ ആ പിടിച്ചത് ഒന്നുമല്ല വിശ്വാസികൾക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കാൻ കാരണമായിട്ടുള്ളത്. മറിച്ച് ശശികല പറഞ്ഞ കാരണം കേട്ടോ. കേരളത്തിൽ ഇസ്ലാമിക ഭരണം വരും, ഇസ്ലാമിക രാജ്യമായി കേരളം മാറും. സംസ്ഥാനമല്ല, ഇസ്ലാമിക ഭരണം വരുന്ന സംസ്ഥാനമായി കേരളം മാറിയാൽ അമ്പലങ്ങളുടെയൊക്കെ അവസ്ഥ എന്താ? മേൽശാന്തി ആര് വേണമെന്ന് പാണക്കാട് തങ്ങൾ തീരുമാനിക്കും. സാദിഖ് അലി തങ്ങൾ, പുള്ളിക്ക് വേറൊരു പണിയില്ല, മേൽശാന്തിയെ തീരുമാനിക്കുന്ന പണിയാണ്. അവരുടെ MLA മാരെല്ലാം കൂടി വോട്ടിട്ട്, MLA മാരെല്ലാം കൂടി വോട്ടിട്ട് അങ്ങോട്ട് തള്ളി മറിക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ ശശികലെ, നിങ്ങളുടെ വായിൽ നിന്ന് ഈ വിദ്വേഷവും വെറുപ്പും അല്ലാതെ മര്യാദയ്ക്കും സത്യസന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം സ്വന്തം സമുദായത്തിന് വേണ്ടിയോ സ്വന്തം ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയോ പറയുമോ? ഈ ക്ഷേത്രങ്ങളുടെ സ്വത്ത് മുഴുവൻ കൊള്ളയടിച്ച് തിന്നുന്നത് പാണക്കാടുള്ള വല്ലവരും ആണോ? മുസ്ലിങ്ങളാണോ? ഇതൊരു ക്ഷേത്രത്തിൽ മാത്രമാണോ ശശികലെ? ഈ തിരുപ്പതിയിലെയൊക്കെ ലഡുവിൻ്റെ അതുപോലെ കച്ചവടത്തിലും ബാക്കിയുള്ള കാര്യങ്ങളിലും എല്ലാം, പിന്നെ തിരുവനന്തപുരത്തെ നിധിയുടെ പുരയുണ്ടല്ലോ, നിധി, ഇനി അത് തുറക്കുമ്പോഴാണ് അതിൻ്റെ വിവരം അറിയാൻ പോകുന്നത്. ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നത് ആരാ? പാണക്കാട് തങ്ങന്മാരാ? മുസ്ലിം ലീഗുകാരാ? വഹാബും അസീസും സുലൈമാനുമാണ്. എന്നിട്ട് അതിനോടെങ്കിലും എന്തെങ്കിലും കൂറോ ആത്മാർത്ഥതയോ സത്യസന്ധമായ സംഗതിയോ ഉണ്ടെങ്കിൽ ഈ വിദ്വേഷം പറയുമോ? ശശികലേ, എന്തോ ഇതിനൊക്കെ പറയേണ്ടത്? ഹിന്ദുമത വിശ്വാസികളെങ്കിലും ചിന്തിക്കണം. ഇത് ശുദ്ധീകരിക്കാനോ നന്നാക്കാനോ കള്ളന്മാർക്കോ ഒന്നുമല്ല ഇവരെതിര്. ഇവർക്ക് വൈരാഗ്യം, പക, സ്പർദ്ധ, മനുഷ്യരെ തമ്മിലടിപ്പിക്കുക, ഇതാണ് ഏറ്റവും വലിയ വിനോദം. അതിനുള്ള പഴുതാണ് ഇവർ ശബരിമലയെ തപ്പിയാലും കുടത്തിൽ തപ്പിയാലും വേറെ എവിടെ തപ്പിയാലും ഇവർ തേടുന്നത്. ഇവരുടെയൊക്കെ ആ ജൈവിക ഘടന അങ്ങനെയാണ്.